ഹായ് ഫ്രണ്ട്സ്, ബിഗിനേഴ്സ് മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂരേക്കാട്ടോ. ഞാനും അക്ഷയേട്ടനും കൂടിയാണ് പോണത്. കണ്ണൂർ പോണത് കേളം കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ണാർ കേളം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാട്ടോ. യാത്ര തിരിച്ച് ഞങ്ങൾ ഏകദേശം ഒരു തലശ്ശേരിയൊക്കെ എത്തിയപ്പോഴേ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് സൈഡാക്കിയതിന് ശേഷം എന്താ പറയുക, ഒരു നാരങ്ങ വെള്ളം ഒക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ യാത്ര അങ്ങോട്ട് ആരംഭിച്ചിട്ടോ. ഏകദേശം കണ്ണൂർ കഴിഞ്ഞ് വളപട്ടണം ഭാഗത്തേക്കാണ് ഞങ്ങൾ കേളം നടക്കുന്നത്. ഞങ്ങൾ അവിടെ ഏകദേശം എത്താറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂം എടുത്തിട്ടോ. ഏകദേശം ഒരു 10-11 മണിയായി. ആ 11 മണി ആ സമയത്ത് 3 മണിക്കാണ്, അതായത് പിറ്റേന്ന് 3 മണിക്കാണ് കേളം തുടങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു റൂം എടുത്താട്ടോ. റൂമിനൊക്കെ നല്ല റെൻ്റായി, 1200 പറഞ്ഞിട്ട് 1000 ഉറുപ്പ്യയ്ക്കാണ്. പക്ഷെ വലിയ സജ്ജീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത റൂമാട്ടോ. അങ്ങനെ ഞങ്ങളവിടെ കിടന്നുറങ്ങി. ഒരു 2 മണിയാകുമ്പോൾ 2 മണിയൊക്കെ ആകുമ്പോൾ എണീച്ച് ഏകദേശം അരമണിക്കൂർ യാത്ര ഉണ്ട്. അവിടുന്ന് നേരെ ഞങ്ങൾ തിരിക്കുക കേട്ടോ. എന്താ പറയുക, കേളം കാണാൻ വേണ്ടിയിട്ട് 3:30 മണിയോട് കൂടി ഇറങ്ങുമെന്നാണ് പറഞ്ഞ കേളെ. അപ്പം ഞങ്ങൾ ഏകദേശം യാത്രയൊക്കെ തിരിച്ച് ഇപ്പോൾ പയ്യമ്പളപ്പിൽ തറവാട്, അതാണ് ഞങ്ങളെ അവിടെ എത്തിയിട്ടോ. നല്ല തിരക്കാട്ടോ, സമയത്തും നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഗുളിയൻ തെയ്യപ്പം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം അതിൻ്റെ എന്താ പറയുക, കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം രണ്ടാമതും കേളം കാണാൻ വേണ്ടി നല്ല തിരക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഗുളിയൻ. ഞാൻ ആദ്യം വിചാരിച്ചത് പൊട്ടൻ തെയ്യാണെന്നാണ്, പക്ഷെ അത് പൊട്ടൻ തെയ്യല്ല, ഇത് ഗുളിയനാണ്. അപ്പം ഗുളിയൻ്റെ വാക്കണ്ടിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ കേൾക്ക് കേട്ടോ. അങ്ങനെ ഗുളിയൻ്റെ വാക്കണ്ടലൊക്കെ കഴിഞ്ഞ് ഏകദേശം കഴിയാറായിട്ടോ. ഏകദേശം കഴിഞ്ഞു. കാരണം വെച്ചാൽ അവസാനത്തെ ഒരു ചടങ്ങുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി അടുത്തതായിട്ട് ഇറങ്ങാൻ പോകുന്നത് കേളനാട്ടോ. ഇത് കേളന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മേലേരിയാണ്. മുഴുവൻ കത്തിക്കഴിഞ്ഞ് ഏകദേശം കേളന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാട്ടോ ഇവിടെ. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ കേളന് മുഴുവനായിട്ട് തീ കൂട്ടിയതിന് ശേഷം എന്താ പറയുക, അത് ഫുള്ള് കണലായിട്ട്, മേലേരി എന്ന് അതിന് പറയാം. മേലേരി ഫുള്ള് കണലായിട്ട് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി കത്തി തീരാത്ത ഭാഗങ്ങളൊക്കെ മുഴുവനായിട്ട് കത്തിക്കുക, അതായത് മറിച്ചും തിരിച്ചും ഒക്കെ ഇടുകയാണ്. ഇതിപ്പോൾ എന്താ അവർ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ 4 സെക്ഷനായിട്ട്, അതായത് 4 സെക്ഷനായിട്ട് ഈ കണൽ തരംതിരിക്കും. എന്നിട്ടാണ് എന്താ പറയുക, കേളൻ്റെ പുറപ്പാടെന്ന് പറയുന്നത്. 4 സെക്ഷനായിട്ട് 4 മൂലയിൽ 4 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ട് സെറ്റാക്കി വെക്കുക. എന്നിട്ട് ആ സമയത്താണ് കേളൻ്റെ പുറപ്പാട് വരുന്നത്. ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ 4 സെക്ഷനായിട്ട് തരംതിരിച്ച് സെറ്റാക്കി വെക്കും കേട്ടോ. എന്നിട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ അത് ഏകദേശം ആ കേളം വന്നു തുടങ്ങി. ഇനി ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കേളം കാണി.
അങ്ങനെ കേളൻ്റെ എന്താ പറയുക പുറപ്പാടൊക്കെ കഴിഞ്ഞ് കേളം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ കോഴിക്കോടേക്ക് തിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം അത്ര ക്ലിയർ ഇല്ലയെന്ന് തോന്നുന്നു അല്ലേ. ഞങ്ങൾ അവിടുന്ന് അന്നപ്പം തന്നെ തിരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോ കാണുന്നവരെ നമുക്ക് ബായ്.